നമ്മുടെ വിനയൻ ജയറാം, അതായത് വിനയം വാരി വിതറുന്ന നമ്മുടെ ജയറാമേട്ടൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറിൽ തന്നെ ആയിരുന്നല്ലോ. പുള്ളി ഇപ്പോഴും ഏറിൽ തന്നെയാണ്, താഴോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. പുള്ളിയുടെ 2 സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജയറാം നായകനായിട്ട് എത്തിയിട്ടുള്ള മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ, മറ്റൊന്ന് ജയറാമിൻ്റെ മകൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമ. ഈ 2 സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു ഞാൻ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആലപ്പുഴക്കാരനായിട്ടുള്ള ഹസീബ് അനീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ജയറാമിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടായിരുന്നു. അതായത് ഈ ജയറാമിൻ്റെ മകനെ വെച്ചെടുത്തിട്ടുള്ള ഈ സിനിമ ഇതിന് മുന്നേ ഒരാൾ ചെയ്ത് പകുതിക്ക് ഇട്ടിട്ട് പോയതാണ്. ആ സമയത്താണ് ഈ ഹസീബിൻ്റെ പടത്തിൽ ജയറാം അഭിനയിക്കുന്നതും. ആ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മകനെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യണമെന്ന് ഇദ്ദേഹം ഹസീബിനോട് പറയുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പിന്മേലാണ് ഈ ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമ ഈ ഹസീബ് ഏറ്റെടുക്കുന്നത്. ഗ്രാൻഡ് ഫാദർ പരാജയമായിരുന്നു. പോലും ജയറാമിന് കൊടുത്ത വാക്കിന്മേൽ ഈ സിനിമ പുള്ളി ചെയ്യാമെന്ന് പറയുകയും ഈ ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തി അടാറ് ഫ്ലോപ്പായി ഈ സിനിമ. ഈ ജയറാം എന്ന് പറയുന്ന വ്യക്തി ഈ ഹസീബിനെ വിളിക്കുകയോ ഫോൺ ചെയ്താൽ എടുക്കുകയോ മെസ്സേജ് ഇട്ടാൽ അത് നോക്കുക പോലും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഹസീബിന് സ്ട്രോക്ക് ഉണ്ടാകുന്നതും പിന്നീട് മരണത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്രയൊക്കെ അടുത്ത് നിന്നിട്ട് പോലും ഈ ജയറാം എന്ന് പറയുന്ന ഈ വിനയൻ അല്ലെങ്കിൽ വിനയം വാരി വിതറുന്ന ഇങ്ങേര് ഒരു പ്രാവശ്യം പോലും ഈ ഹസീബിനെ വിളിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഹസീബ് അനീഫിൻ്റെ സഹോദരി ഹസീന, പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാമിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. എൻ്റെ തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ഹസീബിനോട് ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയുക, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവൻ്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ജയറാം പെടുത്തി എന്നാണോ പറയുന്നത്? ജയറാമിൻ്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബ്, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നു. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലേ പോയാൽ ഇപ്പോഴും നമ്മുടെ സെവനാർസ് വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ്, ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും. അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം, അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് കോവിഡിന് തൊട്ട് മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പോൾ 2 വർഷമെങ്കിലും ആയിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല, 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ്, അവർ തമ്മിൽ മീറ്റിംഗ്, ചെന്നൈ പോയാൽ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ
സ്ട്രോക്ക് വന്നാലോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ, ഓക്കെ. അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ വിവരം അതൊരു എന്താണ്? കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് കാരണം അയാൾ പറഞ്ഞതല്ലേ എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നേരിട്ടറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഈ സിനിമ പഞ്ചാബിൽ ഏതാണ്ട് 20 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. 10 ദിവസമാണ് പ്ലാൻ ചെയ്തെങ്കിലും 20 ദിവസത്തേക്ക് ആ സിനിമ അവിടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. വിചാരിച്ചതിനെക്കാട്ടിൽ വലിയൊരു എക്സ്പെൻസായി. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പാർവതി ചേച്ചി അതുപോലെ ചക്കി പിന്നെ കാളിദാസൻ്റെ സഹോദരിയൊക്കെ വന്നു. അവർക്ക് വലിയ ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കണം. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നും കിലോമീറ്ററോളം അങ്ങ് ദൂരെ വേണം ഈ ഒരു ഹോട്ടലിലേക്ക് പോകാൻ. അവിടുന്ന് ഓരോ ദിവസം വണ്ടിക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അന്ന് പഞ്ചാബിൽ അത് ഷൂട്ട് ചെയ്തത്. ഏതാണ്ട് ആ 20 ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു 1.5 കോടിക്ക് മുകളിൽ എക്സ്പെൻസ് ആയിട്ടുണ്ട് ഈ പഞ്ചാബിൽ ഈ ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇത്രയും വലിയ ബഡ്ജറ്റിൽ കാളിദാസിനെ വെച്ചിട്ട് മലയാളത്തിൽ തന്നെ ഒരു സിനിമ എടുത്തിട്ടുള്ള ആദ്യ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതും ഈ ഹസീം ഹനീഫ് തന്നെയായിരിക്കും. ജയറാമിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അദ്ദേഹം അങ്ങനെ ഒരു സിനിമ എടുത്തു. അത് ഫ്ലോപ്പായി. അദ്ദേഹത്തിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. സിനിമാ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഈ വിഷയം അറിഞ്ഞിട്ട് പോലും ഈ പറയുന്ന ജയറാം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ ചേട്ടൻ്റെ മരണത്തിനാണെന്ന് തോന്നുന്നു ഇദ്ദേഹം വരാതിരുന്നത്. ചെന്നൈയിലുണ്ടായിരുന്നൊക്കെയാണ് അറിയുന്നത്. എന്തോ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ വിനയം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയേണ്ടി വരും. കാരണം ഇത് നമുക്ക് നേരിട്ട് അറിയാവുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് ഇത് പ്രേക്ഷകരോട് പറയുന്നത്. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും